ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നന്ദുവിനെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്നത് സത്യങ്ങൾ വെളിച്ചത്തു വരാൻ വേണ്ടിയാണെന്നും ഹരിയങ്ങൾ സംശയിച്ചതുപോലെ നന്ദു എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടെങ്കിൽ അത് ഇതിലൂടെ പുറത്തു വരുമെന്നും ഒരമ്മയുടെ ആദ്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ അമ്മയ്ക്കും അച്ഛനെയും നന്ദുവിനെയൊക്കെ കരുതിയാണ് നിങ്ങളോടൊപ്പം നിൽക്കുന്നത്. വേണ്ട എന്ന് നിങ്ങൾ പറഞ്ഞാൽ പിന്നെ ഈ നിമിഷം ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങും. നന്ദുവിനെയും ഇസബെല്ലയെയും റിസോർട്ടിൽ നിന്നും ഒരുമിച്ച് കൈയോടെ പിടികൂടിയത് അതെനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല എന്നും അതിനുള്ള പ്രതികാരം ഞാൻ തീർത്തത് ഈ ചന്ദ്രോത്ത് നിന്ന് ഇറങ്ങിപ്പോയതുകൊണ്ടാണ്, അല്ലാതെ ഇങ്ങനെ ഒരു പ്രതികാരം തീർക്കേണ്ട ആവശ്യമില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രഭാവതിക്ക് നല്ല മറുപടി തന്നെ ദേവിക കൊടുക്കുന്നുണ്ട്. മോൾ എന്തായാലും ഇവിടെ ഈ ഒരു സമയത്ത് ഇവിടെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവതി ദേവികയുടെ കാല് പിടിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇസബെല്ലയാണെങ്കിൽ ആരെയോ ഫോണിലൊക്കെ വിളിച്ച് ചില നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ട്. നന്ദനെ തട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു കൊട്ടേഷൻ ആണ് ഇസബെല്ല കൊടുക്കുന്നത്. പക്ഷേ കെവിൻ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ടെങ്കിലും കെവിനോടൊന്നും വിട്ടു പറയാനായിട്ട് ഇസബെല്ല തയ്യാറാവുന്നില്ല. ഇതിനിടയിൽ ഋഷിയും നാളെ അവൻ കോടതിയിൽ ഹാജരാകില്ല എന്നും അതിന് വേണ്ടതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് എന്നെല്ലാം അരുന്ധതിയോട് പറയുമ്പോൾ അരുന്ധതിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നില്ല. കാര്യങ്ങളൊക്കെ കൂടുതൽ കുഴപ്പത്തിലേക്കാണോ പോകുന്നത് എന്നാലോചിച്ച് അരുന്ധതി വല്ലാതെ തന്നെ ടെൻഷനാവുന്നുണ്ട്. പിന്നീട് ഒരു കൂട്ടം ഗുണ്ടകൾ ചന്ദ്രോത്ത് എത്തുന്നു. സിദ്ധാർത്ഥനും പ്രഭാവതിയൊക്കെ നല്ല ഉറക്കത്തിലാണ്. ഇതേ സമയം എന്തോ ഒരു ശബ്ദം കേട്ട് സിദ്ധാർത്ഥ ഉണരുന്നുണ്ടെങ്കിലും വീണ്ടും ഉറക്കത്തിലേക്ക് തന്നെ വഴുതി വീഴുന്നു. പിന്നീട് പുലർച്ചെ പ്രഭാവതി പതിവ് പോലെ ചായയുമായിട്ട് നന്ദൻ്റെ മുറിയിലേക്ക് എത്തുന്നുണ്ട്. എന്നാൽ അവിടെ കണ്ട കാഴ്ച പ്രഭാവതിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നുണ്ട്. മുറിയുടെ വാതിൽ തുറന്നു കിടക്കുന്നുണ്ട്. പക്ഷേ നന്ദനെ അവിടെ എവിടെയും കാണാനില്ല. വാഷ്റൂമും വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും പരിശോധിച്ചിട്ടും ഒരു വിവരം ലഭിക്കാത്തതിനെ തുടർന്ന് പ്രഭാവതി ഭയന്നു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് അന്നേ ദിവസമാണ് നന്ദൻ പോലീസിന് മുന്നിൽ കീഴടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനാൽ നന്ദുവിൻ്റെ ഈ തിരോധാനം എല്ലാവരെയും ആശങ്കയിലാക്കുന്നുണ്ട്. വിവരമറിഞ്ഞ ദേവികയും വലിയ ഷോക്കിലാണ്. നന്ദൻ ഒരിക്കലും സ്വമേധയാ ഒളിച്ചോടില്ലെന്ന് ദേവിക തർപ്പിച്ചു പറയുന്നു. കാരണം തൻ്റെ തെറ്റുകൾ സംബന്ധിച്ച് നിയമത്തിന് മുൻപിൽ ഹാജരാകണമെന്ന് നന്ദൻ തന്നെ പലതവണ പറഞ്ഞിരുന്നു. അതിനാൽ എന്തോ ഒരു ഗൂഢാലോചന ഇതിന് പിന്നിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ദേവികയുടെ സംശയം. ദേവിക ഗിരീഷിനെയും പിന്നീട് മുരളിയൊക്കെ വിളിച്ച് സഹായം ചോദിക്കുന്നുണ്ട്. ഇതിനിടെ മറ്റൊരു ഭാഗത്ത് ഇസബെല്ലയാണെങ്കിൽ സന്തോഷത്തിലാണ്. അവളുടെ പാപ്പനോട് സംസാരിക്കുമ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു സത്യം പുറത്തു വരുന്നത്. നന്ദനെ തട്ടിക്കൊണ്ടുപോകാൻ ആളുകളെ അയച്ചതും ഇപ്പോൾ അവൻ തൻ്റെ കസ്റ്റഡിയിലാണെന്നും ഇസബെല്ല തുറന്നു പറയുന്നു. ഇനി തൻ്റെ അനുവാദമില്ലാതെ ആർക്കും നന്ദനെ കാണാൻ കഴിയില്ല എന്നും ഇസബെല്ല ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ട്. എന്നാൽ ഈ നീക്കത്തിൻ്റെ അപകടം ഐസക്ക് ഇസബെല്ലയെ ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നന്ദൻ ഇപ്പോൾ ഒരു പ്രധാന കേസിലെ പ്രതിയായതിനാൽ അവനെ കാണാതായിട്ടുള്ള സംഭവം വലിയ അന്വേഷണത്തിലേക്ക് നയിക്കുമെന്നും സംശയം ഒടുവിൽ ഇസബെല്ലയിലേക്ക് നീളുമെന്നെല്ലാം ഐസക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പക്ഷേ ഇസബെല്ലയാണെങ്കിൽ അതൊന്നും കാര്യമാക്കാതെ തൻ്റെ പ്ലാൻ വിജയിക്കുമെന്ന് തന്നെയുള്ള വിശ്വാസത്തിലാണ്. ശേഷം ഇസബെല്ല ഋഷിയുമായിട്ട് സംസാരിക്കുന്നു. നന്ദനെ ഇനി ആരും തന്നിൽ നിന്നും അകറ്റില്ലെന്നും ഇസബെല്ല പറയുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ പിന്നിൽ ഇസബെല്ലയാണെന്ന് നന്ദൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവന് വെറുപ്പ് തോന്നുന്നില്ലേ എന്ന് ഋഷി ചോദിക്കുമ്പോൾ നന്ദൻ ഇപ്പോഴും തന്നെ വിശ്വസിക്കുന്നുണ്ടെന്നും ആ വിശ്വാസം ഉപയോഗിച്ച് കാര്യങ്ങൾ നിയന്ത്രിക്കാമെന്നും ഇസബെല്ല മറുപടി നൽകുന്നു. ഇതേസമയം നന്ദനെ കണ്ടെത്താനുള്ള ശ്രമങ്ങളൊക്കെ ശക്തമാവാണ്. മുരളിയും അന്വേഷണത്തിനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നു. മുൻപ് പല പ്രതിസന്ധികളിലും നന്ദനെ രക്ഷപ്പെടുത്തിയിട്ടുള്ള മുരളിയുടെ ഇടപെടൽ ഇത്തവണയും നിർണായകമാകും എന്നുള്ളൊരു സൂചന തന്നെയാണ് ലഭിക്കുന്നത്. ഹരിക്കും വിവരം ലഭിക്കുന്നുണ്ട്. ആദ്യം നന്ദൻ ഒളിച്ചോടിയതാകാമെന്ന് കരുതിയെങ്കിലും പ്രഭാവതി അതിനെ ശക്തമായിട്ട് എതിർക്കുന്നു. തൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് സംബന്ധിച്ച് നിയമത്തിന് മുൻപിൽ നിൽക്കാൻ തയ്യാറായിരുന്നുവെന്നും അതിനാൽ നന്ദൻ ഒരിക്കലും രക്ഷപ്പെട്ടു പോകില്ല എന്നും പ്രഭാവതി പറയുന്നുണ്ട്. അങ്ങനെ നന്ദനാണെങ്കിൽ ഇപ്പോൾ വലിയൊരു അപകടത്തിൽ തന്നെയാണ് പെട്ടിരിക്കുന്നത്. പക്ഷേ നന്ദനെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും അതേസമയം ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇസബെല്ലയുടെ നീക്കം ഇസബെല്ലയ്ക്ക് തന്നെ വലിയൊരു തിരിച്ചടിയാകാൻ പോകുന്നു എന്നുള്ളതാണ് കാര്യങ്ങളിൽ കാണിക്കുന്നത്. ഇതിനിടയിൽ ശാരികയാണെങ്കിലും കെവിനെ ചെന്ന് കണ്ട് ഈ നന്ദേട്ടൻ്റെ ഈ തിരോധാനത്തിൽ കെവിനേട്ടന് എന്തെങ്കിലും അറിവുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. പക്ഷേ ശാരികയാണെങ്കിൽ ഇത്തവണ വളരെയധികം ദേഷ്യത്തോടു കൂടിയാണ് കെവിനോട് പെരുമാറുന്നത്. കാരണം മുൻപ് തന്നെ കെവിനിൽ വലിയൊരു സംശയം ശാരികയ്ക്ക് തോന്നുന്നുണ്ടായിരുന്നു. ആ ഒരു കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് പലതവണ ശാരിക കെവിനോട് ചോദ്യം ചെയ്തതാണ് കെവിൻ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ എന്നുള്ള കാര്യത്തിൽ. പക്ഷേ അപ്പോഴൊന്നും കെവിൻ സത്യം വിട്ടു പറയാനായിട്ട് തയ്യാറാവുന്നില്ല. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ശാരികയുടെ സംശയം ശക്തമാവുന്നുണ്ട്. കെവിന് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാമെന്നുള്ള കാര്യത്തിൽ. അങ്ങനെ ശരിക്കും പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് ശാരിക കെവിനോട് സംസാരിക്കുന്നത്. ഏതായാലും നന്ദൻ കോടതിയിൽ ഹാജരാകുന്നതിന് തലേദിവസം തന്നെ നന്ദനെ കാണാതാവുന്നതിൻ്റെ പിന്നിൽ ശക്തമായിട്ടുള്ള ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് തന്നെ ഹരി ഉറപ്പിക്കുന്നു. അതുമാത്രമല്ല
ഋഷി മരിച്ചിട്ടില്ല, ഋഷി മരിച്ചു എന്ന് ഒരു പുകമറ മാത്രമാണ് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് നന്ദൻ്റെ തിരോധാനം. ഇതിന് പിന്നിൽ ഇപ്പോൾ ഇസബെല്ലയാണെങ്കിലും അവിടെ വന്ന് ബഹളം വെച്ച കാര്യങ്ങളെല്ലാം സിദ്ധാർത്ഥനും പ്രഭാവതിയൊക്കെ ഹരിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഇതിൻ്റെ പിന്നിൽ ഇസബെല്ല ആയിരിക്കാം, അല്ലെങ്കിൽ ഋഷി തന്നെയായിരിക്കും ഇതിന് പിന്നിൽ എന്നുള്ള ഒരു കാര്യം അദ്ദേഹം ഉറപ്പിക്കുന്നു. അതിനു വേണ്ടിയിട്ട് അരുന്ധതിയെ ഒന്നുകൂടി ചോദ്യം ചെയ്യാൻ തന്നെ ഹരി തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. വരാൻ പോകുന്ന എപ്പിസോഡുകൾക്കായിട്ട് രവി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്